തുടരുക സ്റ്റീഫൻ. ഇന്നിപ്പോ ടെല്ലബീബിലടക്കം വലിയ ആക്രമണ സംഭവങ്ങൾ ഉണ്ടായി എന്നാണ് കേൾക്കുന്നത്. ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. കുറച്ചുകൂടി ഇറാന്റെ ആക്രമണം കടുക്കുന്നുണ്ടോ ആ മേഖലയിൽ? എന്ന് തന്നെ വേണമെന്ന് പറയാൻ രഞ്ജിത്തെ. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. സംഭവിച്ചത് ബ്ലാസ്റ്റ് ആയിരിക്കുന്നെന്ന് പറഞ്ഞാല് ഇവിടെ നിലവിലുള്ളൊരു ആ, മറ്റേ അപ്പാർട്ട്മെന്റ് ആണ്. അപ്പം അത് പഴയ വളരെ വളരെ പഴകുന്ന അപ്പാർട്ട്മെന്റ് ആണ്. ആ അപ്പാർട്ട്മെന്റ് കൊളാപ്സ് ആയിട്ടാണ് അവിടെ ഒരു ഇസ്രായേലി അല്ല മരിച്ചിരിക്കുന്നത്, ഒരു വിദേശ വനിതയാണ് മരിച്ചിരിക്കുന്നത്. ഉം. അവര് മറ്റേ കെയർ ഗീവറായിട്ട് വന്നതാണ്. അപ്പം അവരാണ് മരിച്ചിരിക്കുന്നത്. അതിൽ ഒരാൾ മരിച്ചിരിക്കുന്നു, ബാക്കി ഒരു 10-27 പേർക്ക് ചെറിയ പരിക്കുകൾ. അല്ലാതെ വേറെ വലിയ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല. അതും അവര് എന്തോ ശ്വാസം മുട്ടി മരിച്ചെന്നാണ് പ്രാഥമികമായ റിപ്പോർട്ട്, ആ ഉം. ബിൽഡിംഗ് കൊളാപ്സ് ആയിട്ട്. ഉം. അല്ലാതെ വലിയ കാഷ്വാലിറ്റീസ് ഒന്നും നിലവിലുണ്ടായിട്ടില്ല. പിന്നെ ഇന്നിപ്പം കുറച്ചു മുമ്പ് വരെയും അവിടുന്ന് മിസൈൽ ആക്രമണം ഉണ്ട്. പക്ഷെ ഒന്നും താഴേക്ക് പതിക്കുകയോ അല്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. എല്ലാം അയൺ ഡോം ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. ഉം. ഒപ്പം ഈ IDF-ന്റെ ആസ്ഥാനം ആക്രമിച്ചു, ഡിഫൻസ് ഫോഴ്സിന്റെ ആസ്ഥാനം ആക്രമിച്ചു എന്ന് അവകാശവാദവുമായി ഇസ്രായേൽ, ക്ഷമിക്കണം, ഇറാൻ രംഗത്ത് വന്ന പശ്ചാത്തലം കൂടി ഉണ്ടല്ലോ സ്റ്റീഫൻ. അത് തെറ്റായ ഒരു വാർത്തയാണ്. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നായിട്ട് നമ്മളുടെ അറിവിലും ആരുടെ അറിവിലും ഇല്ല. ഉം. അതൊരു പക്ഷേ അങ്ങനെ സംഭവിച്ചാലും അത് പുറത്തുവിടാത്തതാണോ, ആയിരിക്കുമോ? അങ്ങനെ ഒരിക്കലും ഇല്ല. ഇസ്രായേലിന്റെ സംവിധാനം അനുസരിച്ചിട്ട് അവരുടെ ബേസ് ക്യാമ്പൊന്നും അങ്ങനെ ഇറാന്റെ മിസൈൽ, അങ്ങനെയാണെങ്കിൽ ഇന്നലെ രാത്രിയും ഇന്നുമായിട്ട് വന്നിരിക്കുന്ന മിസൈൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് പ്രാവശ്യം അവരുടെ ബാലിസ്റ്റിക് മിസൈൽസ് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അതെല്ലാം അവരെ ആകാശത്ത് വെച്ച് തന്നെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. ഉം. നിങ്ങൾക്ക് കൂടുതൽ അങ്ങനെ ഒരു വാർത്ത അലേർട്ടുകളൊക്കെ വരുന്നുണ്ടോ സ്റ്റീഫൻ? ഇപ്പം കുറച്ച് സംവിധാനം, അതായത് IDF-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന അലേർട്ട് സംവിധാനം കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. ഉം. കുറച്ചുകൂടെ ആക്യുറസിയും കുറച്ചുകൂടെ ടൈമിങ്ങും നമുക്കുണ്ട്. അതൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ അടുത്ത സമയത്ത്. ആ. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അപ്ഡേഷൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ആരും അത്ര ഇത് ഇവിടെ രഞ്ജിത്തിന് അറിയാലോ, ഇവിടുത്തെ സിറ്റുവേഷൻ അറിയാലോ. ഇവിടെ എല്ലാവരും അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ആൾക്കാരാണ്. അവർക്ക് ഇതൊരു വലിയൊരു സംഭവമേ അല്ല. ഇന്നലെയൊക്കെ അവിടെ അവധി ദിവസമായിരുന്നു. ഇന്നിപ്പോ വർക്കിംഗ് ഡേ ആണോ? ഇന്നിപ്പം ഭാഗികമായിട്ടാണ്. സ്കൂൾസ് ഒന്നും ഇല്ല. പിന്നെ എയർപോർട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എയർപോർട്ടിൽ ജോലിയുള്ളവർ, നമ്മൾ ഒരുപാട് മലയാളി സുഹൃത്തുക്കളൊക്കെ എയർപോർട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് ആർക്കും ജോലിയില്ല. എയർപോർട്ട് ഇനി തുറക്കുന്നതിന് വരെ അവർക്ക് ജോലിയില്ല. പിന്നെ അങ്ങനെ ചില മേഖലകളെല്ലാം ജോലിയില്ല. ബാക്കിയെല്ലാം സാധാരണ പോലെ തന്നെയാണ്. എല്ലാം സാധാരണ പോലെ പോകുന്നുണ്ട്. സാധാരണ തന്നെ പോകുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും നിലവിൽ ഇതുവരെ ഇല്ല. അലേർട്ട് വരുമ്പോൾ മാത്രം നിങ്ങൾ ബങ്കറുകളിലേക്ക് മാറും, പതിവ് പോലെ തന്നെ. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ജോലികളിലേക്ക് കടക്കും. കെയർ ഗവേഴ്സ് ഒക്കെ ആണല്ലോ കൂടുതലുള്ളത്. അവർക്കൊക്കെ അവരുടെ ജോലികൾ സുഗമമായി നടത്താനുള്ള സാഹചര്യമുണ്ട്. അത് ഈ രഞ്ജിത്ത് ഈ പറഞ്ഞില്ലേ, ബങ്കർ റൂമിനെ കുറിച്ച് തന്നെ നമ്മളുടെ ഈ ജനങ്ങൾക്ക് ഒരു തെറ്റായ ധാരണയുണ്ട്. അവരുടെ ധാരണ എന്ന് പറഞ്ഞാല് ആൾക്കാർ അതിനകത്ത് ഫുൾ ടൈം ആണ് എന്നുള്ളതാണ്. ഞാൻ വേണമെങ്കിൽ ഇപ്പം ഞാനിപ്പം ജോലി ചെയ്യുന്ന പുതിയൊരു രഞ്ജിത്തിനറിയാം. ഞാനിപ്പോ പുതിയ സ്ഥലത്താണ്. അപ്പൊ ഞാനിവിടെ വന്നപ്പോഴത്തേന് ഈ ഈ ഈ ബിൽഡിങ്ങിലുള്ള ഒരു ബങ്കർ റൂമാണ് എന്റെ ബെഡ്റൂം. ആൾക്കാർ തെറ്റായ ചില ധാരണകളുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് റിവീൽ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഈ റൂം എന്റെ ഈ ബിൽഡിങ്ങിലെ ബങ്കർ റൂമാണ്. അതാണ് എന്റെ ബെഡ്റൂം. അപ്പം ആൾക്കാരുടെ ധാരണയുണ്ട് ഇവിടെ യുദ്ധം വരുമ്പോഴത്തേന് എല്ലാവരും ബങ്കറിനകത്ത് പോയി ഒളിച്ചിരിക്കുക, ഒന്ന് ആ മൊബൈൽ ഒന്ന് സൂം മാസങ്ങളോളം ചെയ്ത് ഇരിക്കുക. ഒന്ന് ആ ബങ്കർ ഒന്ന് കാണിക്കൂ സ്റ്റീഫൻ, എല്ലാവരും കാണട്ടെ. അതാണ്ട് ഇതാണ് ആ ബങ്കറിന്റെ റൂമിന്റെ ഇവിടെയാണ് എന്റെ ബെഡ്റൂം. ഇതിന്റെ ഒരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞാല് ഇതാണ് എന്റെ വിൻഡോ. ഈ വിൻഡോയില് ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ രഞ്ജിത്തിന് അറിയുന്നത് ഇത്രയും കനത്തിലുള്ള ഇരുമ്പിന്റെ ഷീറ്റാണ് ഫുള്ള് ഭിത്തിയിലെല്ലാം. ഇതാണ് ഇതിന്റെ ഈ പറഞ്ഞ, ഞാൻ ബാക്ക് ക്യാമറ ഇടാ. ബാക്ക് ക്യാമറ ഇടൂ. അല്ല അല്ല ഇങ്ങനെ കാണിക്കാം ക്യാമറ. ഇതാണ് എന്റെ ഇത് ജനലിന്റെ പാളി. ഇത് ഇത്രയും കനം ഉണ്ടാവും. ഇത് മെറ്റലാണ്. പിന്നെ ഇതിന്റെ ഈ ഭിത്തി ഇത് മെറ്റലാണ്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു വെന്റിലേഷൻ. ഇനി ഇതാണ് റൂമിന്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചർ. എയർ കണ്ടീഷനാണ്. പിന്നെ ഇതിന്റെ ഇതിന് 2 ഡോറുണ്ട്. ഇതൊരു ഡോറ്. ഇതാണ് മെയിൻ സേഫ്റ്റി റൂം. ഇത് മെറ്റലാണ്. ഇത് ക്ലോസ്, ഇത്രയും കനമുള്ള മെറ്റലാണ്. ഈ മതിലും ഇതും മെറ്റലാണ്. അപ്പം ഇതാണ് സേഫ്റ്റി റൂം എന്ന് ബങ്കർ എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മറ്റ് ഈ ആൾക്കാർ പറയുന്ന പോലുള്ള അങ്ങനെയുള്ള റൂമുകളോ അല്ലെങ്കിൽ ആൾക്കാർ സ്ഥിരമായിട്ട് ബങ്കറിലോ അല്ല താമസിക്കുന്നത്.
അപ്പൊ അതൊരു തെറ്റായ ധാരണയാണ്, തെറ്റായ ആൾക്കാർ അങ്ങനെ തെറ്റായിട്ട് പറയുന്നതാണ്. അപ്പം ഇവിടെ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ താമസിക്കുന്ന എന്റെ ഈ റൂം, എന്റെ ബെഡ്റൂം ബംഗർ റൂമാണ്. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അലാറം കേൾക്കുമ്പോൾ ആൾക്കാർ ഇവിടെ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്റെ ഈ ബെഡ്റൂമിൽ ഇരിക്കും. ഇവിടുന്ന് അലാറം ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ അവർ തിരിച്ചു പോകും. അവിടെ എല്ലാ ഭക്ഷണവും എല്ലാ സംവിധാനം ഉണ്ട് താനും അല്ലേ? അത്യാവശ്യം വേണ്ട ഭക്ഷണവും വെള്ളവും ഒക്കെ ഉണ്ട് താനും. അത് എല്ലാം ഈ വീട്ടിൽ തന്നെ ഉണ്ട്. ഉണ്ട്. അപ്പം ഇങ്ങനെ വീടുകളിൽ ഇല്ലാത്ത ബംഗർ എന്ന് പറയുമ്പോഴത്തേന് ഇപ്പൊ ഇവിടെ തന്നെ പുറത്തേക്ക് പോകുമ്പോൾ അവിടെ പബ്ലിക് എല്ലാം ഗ്യാദർ ചെയ്യുന്ന ഒരു പ്രത്യേക ഏരിയയിൽ ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള ബംഗർ ഉണ്ടാവും. അവരതിനകത്ത് കയറുന്നു, അലാറം വീണ് കഴിയുമ്പോൾ അവർ തിരിച്ചു പോകും. അല്ലാതെ ആൾക്കാർ വിചാരിക്കുന്ന പോലെ ഇവിടെ ബംഗറിനകത്ത് ആരും മാസങ്ങളോളോ ദിവസങ്ങളോളോ ഇരിക്കുന്നില്ല. അവർ ആ ഒരു 3 മിനിറ്റ് സമയം കഴിയുമ്പോഴത്തേന് അതിന്റെ മൊത്തം പരിപാടി കഴിയും. കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഇല്ലല്ലോ. ഇല്ല. കണ്ടിന്യൂസ് ആയിട്ട് ഫയറിങ്ങോ കണ്ടിന്യൂസ് ആയിട്ട് പ്രോബ്ലംസോ ഉണ്ടാവുന്നില്ല. ശരി സ്റ്റീഫ, തിരിച്ചു വരാം. ധനേഷ്, ഇപ്പോൾ ദുബായിലും നിന്നുമൊക്കെ മറ്റ് ധനേഷിൻ്റെ സംഘടനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണല്ലോ. ദുബായ്, ഈ ബഹ്റിനിലല്ലാതെ മറ്റ് സമീപത്തുള്ള GCC രാജ്യങ്ങൾ, അവിടെ നിന്നൊക്കെ വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ദുബായിൽ നിന്നൊക്കെ നമുക്ക് ചില വിഷ്വൽസ് കിട്ടുന്നത് ഈ പറഞ്ഞതുപോലെ ചില ഷാർജയിൽ നിന്നൊക്കെയുള്ള വിഷ്വൽസൊക്കെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതിലൊക്കെ ചില പുകപടലങ്ങളൊക്കെ വലിയ തോതിൽ കാണാൻ പറ്റുന്നൊരു പശ്ചാത്തലമൊക്കെയാണ്. അങ്ങനെ ചില പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നേരത്തെ ധനേഷ് പറഞ്ഞതുപോലെ ജാഗ്രത കാട്ടി മാറി നിൽക്കുക എന്നതിനപ്പുറം മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് കരുതാം അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ കാണുന്ന ഇപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് രാത്രി വന്ന വിഷ്വൽസ് കൂടുതലും ഖത്തറുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പൊ ഖത്തറിലാണെങ്കിലും ഈ സിവിലിയൻസ് താമസിക്കുന്ന സ്ഥലങ്ങളല്ലാതെ ഒരു പ്രധാന ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഇങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് കൂടുതലായിട്ടും ഇന്നലെ രാത്രിയിലും ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്നും നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ ആളുകൾക്ക് ആളപായമുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അപ്പൊ അവിടെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, അവരെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ അവരും പറഞ്ഞ ഇങ്ങനെ തന്നെയാണ്, അവർക്ക് ഇന്ന് വർക്കിംഗ് ഡേ അല്ല, കുട്ടികളുടെ എക്സാം എല്ലാം മാറ്റിവെക്കുന്നു, CBSE എക്സാം പോലും മാറ്റിവെക്കുന്നു. ബാക്കി ഇന്നലെ തന്നെ ഇവിടെയുള്ള നോർമൽ സ്കൂൾ, ഇപ്പൊ ബഹറിലാണ് ഇന്ത്യൻ സ്കൂള്, ഏഷ്യൻ സ്കൂള്, മില്ലേനിയം, ന്യൂ മില്ലേനിയം സ്കൂൾ, ഇവിടെ എല്ലാ സ്കൂളുകളിലും അവധിയാണ്. കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സുകളാക്കിയിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം നാട്ടിലേക്ക് പറഞ്ഞോളൂ ധനേഷ്, തുടർന്നോളൂ. ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത് നാട്ടിലേക്ക് നമ്മൾ ടിക്കറ്റ് എടുത്ത് അത്യാവശ്യമായിട്ട് പോകാൻ നിൽക്കുന്ന ആളുകളുണ്ടാവും പല കാര്യങ്ങൾക്ക് വേണ്ടി, ചികിത്സയ്ക്കായിരിക്കും, മറ്റ് അടിയന്തര പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നാട്ടിൽ എത്തിച്ചേരാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഉണ്ട്. മറ്റൊന്ന്, ഈ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വരാനും ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ 1800 സർവീസുകൾ, വിമാന സർവീസുകൾ റദ്ദാക്കി. അതിൽ ഭൂരിഭാഗം 20% സർവീസുകൾ ഗൾഫ് മേഖലയിലേക്കാണ്. നമുക്കറിയാം അതും ഒരു പ്രശ്നമാണ്. ജോലിക്കൊക്കെ കയറേണ്ടവരും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും. പിന്നെ ഇപ്പൊ തന്നെ ഓഫീസുകൾ ഈ ഒരു പ്രശ്നം കണക്കിലെടുത്ത് അങ്ങനെയുള്ള വലിയ അവർക്ക് വ്യക്തിപരമായിട്ട് അതിൽ വലിയ ഇഷ്യൂസ് ഉണ്ടാവത്തില്ല നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, ഈ ഒരു സാഹചര്യത്തെ എന്തായാലും പറഞ്ഞോളൂ. ഈ ഒരു സാഹചര്യം എന്തായാലും ഉണ്ടായി പോയി. അപ്പൊ ഇതിനെ ഫേസ് ചെയ്യുക, നമ്മൾ കൂടുതൽ ഉത്കണ്ഠയിലേക്ക് പോകാതിരിക്കുക, പരിഭ്രാന്തമാവാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ച് കുടുംബത്തെ നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഈ നിമിഷത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ നാട്ടിലുള്ളവരാണല്ലോ ഏറ്റവും കൂടുതൽ ഈ വാർത്തകൾ കേട്ടിട്ട് ബുദ്ധിമുട്ടിലാവുന്നത്. അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റുക. ശരി, നന്ദി ധനേഷ്. ഒപ്പം സ്റ്റീഫൻ പ്രതികരിച്ചതിന്. ഏതായാലും ധനേഷ് പറയുന്നത് പോലെ നമ്മൾ ഈ പുറത്ത് കാണുന്ന പോലെയുള്ള വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നില്ല. വളരെ ധൈര്യത്തോടു കൂടി അവിടെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പ്രധാനപ്പെട്ട ഒന്ന്. നാട്ടിൽ പരിഭ്രാന്തി പടർത്തേണ്ട ആവശ്യമില്ല. അവിടെ കൃത്യമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉള്ള രാജ്യങ്ങൾ തന്നെയാണ്, ഹെവിലി എക്വിപ്ഡ് രാജ്യങ്ങൾ തന്നെയാണ് ഗൾഫ് കൺട്രീസ് ആയാലും ഇസ്രായേൽ ആയാലും മറ്റും. നമുക്കറിയാം ഇസ്രായേലിൻ്റെ അയൺ ഡോം ഒക്കെ ഏറ്റവും എഫക്റ്റീവായി ലോകത്ത് തന്നെ ഏറ്റവും മിസൈൽ ഡ്രോൺ പ്രതിരോധ സംവിധാനമാണ് ഇത്. ഈ മിസൈലുകൾ വന്ന് അങ്ങോട്ടേക്ക് അയക്കുമ്പോൾ അത് ആകാശത്ത് വെച്ച് ഇതിനെ പ്രതിരോധിക്കുമ്പോൾ സംഭവിക്കുന്ന ഈ ചീളുകളൊക്കെ വന്ന് വീണിട്ട് ഈ ചെറിയ മെറ്റൽ ചീളുകളുണ്ട്, അത് വന്ന് കെട്ടിടങ്ങളുടെ മുകളിലും റോഡിലും മറ്റും വീണ് ഉണ്ടാകുന്ന ചില പുകപടലങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന് മാത്രമാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ചില ഡ്രോണുകൾ ചില മേഖലകളിൽ പതിച്ചു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. തൽക്കാലം പരിഭ്രാന്തി വേണ്ട, ജനങ്ങൾക്ക് വളരെ കൃത്യമായ അലേർട്ടുകൾ നൽകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ വലിയ തോതിലുള്ള മിസൈൽ ആക്രമണം, ഡ്രോൺ ആക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നു എന്നത് ഏറെ പ്രധാനമാണ്. അല്പം മുമ്പാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയത്. ഇനിയും ടെഹ്റാനിൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ ഇറാനെ പൂർണ്ണമായും തവിടുപൊടിയാക്കും എന്നുള്ള കാര്യത്തിൽ. ഏതായാലും കാത്തിരുന്നു കാണാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. നമുക്ക് അജയ് സുധ ബിജുവിലേക്ക് വരണം അല്പസമയത്തിനകം, ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.